ഇടതുമുന്നണിയുടെ 124 സ്ഥാനാർത്ഥികളെ LDF കൺവീനർ വൈക്കം വിഷൻ പ്രഖ്യാപിച്ചു. ശേഷിക്കുന്ന 16 സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. JDS, NCP, CMP എന്നീ കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. CPM-ന്റെയും CPI-യുടെയും 2 വീതം സ്ഥാനാർത്ഥികളെയും പിന്നീട് പ്രഖ്യാപിക്കും. INL-ന്റെ 2 സീറ്റുകളിലും തീരുമാനമായിട്ടില്ല. അടുത്ത മാസം 5-ന് LDF-ന്റെ പ്രകടന പത്രിക പുറത്തിറക്കുമെന്നും വൈക്കം വിഷൻ പറഞ്ഞു. ധർമ്മടം പിണറായി വിജയൻ, മട്ടന്നൂർ EP ജയരാജൻ, കൂത്തുപറമ്പ് KK ശൈലജ ടീച്ചർ, പാലക്കാട് NN കൃഷ്ണദാസ്, മലമ്പുഴ VS അച്യുതാനന്ദൻ, കൊല്ലം മുകേഷ്. ഇടതുമുന്നണിയുടെ 124 സ്ഥാനാർത്ഥികളെ LDF കൺവീനർ വൈക്കം വിഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ശേഷിക്കുന്ന 16 സ്ഥാനാർത്ഥികളെ പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക. JDS, NCP, CMP എന്നീ കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം CPM-ന്റെയും CPI-യുടെയും 2 വീതം സ്ഥാനാർത്ഥികളെയും INL-ന്റെ 2 സീറ്റുകളിലും ഇനിയും തീരുമാനമായിട്ടില്ല. അടുത്ത മാസം 5-ന് LDF പ്രകടന പത്രിക പുറത്തിറക്കുമെന്നാണ് വൈക്കം വിഷൻ അറിയിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ ധർമ്മടത്തും VS മലമ്പുഴയിലും മത്സരിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി K സജീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സജീഷ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള 124 സ്ഥാനാർത്ഥികളെ LDF പ്രഖ്യാപിച്ചിരിക്കുന്നു. VS അച്യുതാനന്ദൻ മലമ്പുഴയിലും പിണറായി വിജയൻ ധർമ്മടത്തും മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന 16 സ്ഥാനാർത്ഥികളെ പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി K സജീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സജീഷ്, സ്ഥാനാർത്ഥി പട്ടികയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുഹേല, 140 മണ്ഡലങ്ങളിൽ 124 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവശേഷിക്കുന്ന 16 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ 140 മണ്ഡലങ്ങളിൽ CPM ചിഹ്നത്തിൽ മത്സരിക്കുന്ന 82 പേരുടെയും CPM സ്വതന്ത്രമായിട്ടുള്ള 8 പേരുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. CPI-യുടെ 25 സ്ഥാനാർത്ഥികളെയും INL-ന്റെ 1, ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ 4, അവശേഷിക്കുന്ന മറ്റു കക്ഷികളുടെ ഓരോ സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ പ്രതീക്ഷ പോലെ തന്നെ പ്രമുഖരായ എല്ലാവരും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മലമ്പുഴയിൽ VS അച്യുതാനന്ദനും, ധർമ്മടത്ത് പിണറായി വിജയനും, മട്ടന്നൂരിൽ EP ജയരാജനും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നേരത്തെ ഉള്ള നിശ്ചയപ്രകാരം കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥി മാറിയിട്ടുണ്ട്. KK ശൈലജ ടീച്ചറെ അവസാന നിമിഷം കൂത്തുപറമ്പിലേക്ക് മാറ്റുകയായിരുന്നു. പേരാവൂരിൽ നിശ്ചയിച്ചിരുന്ന ശൈലജ ടീച്ചറാണ് കൂത്തുപറമ്പിലേക്ക് മാറ്റിയത്. പേരാവൂരിൽ ബിനോയ് കുര്യനാണ്, മുൻ DYFI നേതാവ് ബിനോയ് കുര്യനാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം മറ്റ് 16 അടങ്ങുന്ന സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. JDS-ന്റെ 5-ഉം NCP-യുടെ 4-ഉം INL-ന്റെയും CPM-ന്റെയും CPI-യുടെയും 2 വീതം സ്ഥാനാർത്ഥികളും CMP-യുടെ ഒരു സ്ഥാനാർത്ഥിയുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. CMP ചവറ മണ്ഡലത്തിലാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഏതായാലും തർക്കങ്ങളെല്ലാം അവശേഷിപ്പിച്ച് ഭിന്നതകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. പൊതു സ്ഥാനാർത്ഥികളെയും വനിതകൾക്കും യുവജനങ്ങൾക്കും മതിയായ പ്രാതിനിധ്യവും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായി എന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് LDF കൺവീനർ വൈക്കം വിഷൻ പറഞ്ഞു. ഏപ്രിൽ 5-ന് LDF-ന്റെ പ്രകടന പത്രിക പുറത്തിറക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതോടുകൂടി LDF ഇനി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് പോവുകയാണ്. സജീഷ്, 16 സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇവരുടെ പ്രഖ്യാപനം മാറ്റിവെച്ചത്? സുഹേല, ഇതിൽ 16 സ്ഥാനാർത്ഥികളിൽ 5 JDS-ന്റെയും CPI-യുടെ 4-മാണ്. ഈ 2 പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെയും ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. അതത് പാർട്ടികളാണ് ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. NCP-യുടെ ദേശീയ നിർവാഹക സമിതി മുംബൈയിൽ നാളെ ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി പട്ടിക അവർ പ്രഖ്യാപിക്കുക. JDS-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിലവിൽ 5 സ്ഥലത്താണ് അവർ മത്സരിക്കുന്നത്. അതേസമയം 4 സ്ഥാനാർത്ഥി അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്കമാലിയിൽ ജോസ് തെറ്റേലിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ തർക്കമുള്ളത്. അതുകൂടി തീർന്നു കഴിഞ്ഞാൽ JDS സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കും. CPM തൊടുപുഴ, ഒപ്പം തന്നെ കോതമംഗലം സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. CPI-യുടെ 2 സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കേണ്ടത്. ചെറിയ തോതിലുള്ള തർക്കം മാത്രമാണ് ഈ സ്ഥലങ്ങളിലുള്ളത്. അത് എത്രയും വേഗം പരിഹരിക്കുമെന്നാണ് CPM അറിയിച്ചിരിക്കുന്നത്. K സജീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.